ഗൈസ്, അഭിജിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഓണാണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓണപരിപാടിയുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സദ്യ വിളമ്പാനുള്ള ഒരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് നമുക്ക് ഓണത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഓക്കെ രഞ്ജിത്ത് ചേട്ടാ, ഓണത്തിനെ പറ്റി 2 വാക്ക് ചേട്ടാ പറയണോ? ഇപ്പോൾ UK കിട്ടാൻ പാടുള്ളതായിട്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം നമുക്കിവിടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ കൂടുതൽ വന്നതോടുകൂടി ഇവിടെ എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമയം കിട്ടുന്നില്ല. ഓരോരുത്തരും പല സമയത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ. കാരണം ഇപ്പം നമ്മുടെ യുക്മയുടെ ഒരു വള്ളംകളി കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ആ സമയത്ത് നമുക്ക് ട്രയൽ ചെയ്യാൻ ആൾക്കാരെ കിട്ടാൻ, ഞങ്ങളുടെ തന്നെ 20 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ആൾക്കാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അതെല്ലാവരും പല സമയത്ത് ചെയ്യുന്നതുകൊണ്ട് ഫാമിലിയായിട്ട് ഒരാൾ ജോലിക്ക് പോകണം, ഒരാൾ വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ UK വരുന്നത്. പിന്നെ ഓണമെന്ന് പറഞ്ഞാൽ മലയാളികളുടെ നമ്മുടെ ഒരു വികാരമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് എവിടെ ഏത് നാട്ടിൽ പോയാലും നമ്മളത് തീർച്ചയായിട്ടും അത് സദ്യയായിട്ടും ഓരോ കലാപരിപാടിയായിട്ടും എല്ലാം നടത്തും. ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഓണപ്പൂക്കളമാണ്. ഓണപ്പൂക്കളം നമ്മളിവിടെ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ചെയ്തവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം നമ്മൾ നാട്ടിൽ പോലും നമ്മൾ വർഷങ്ങളായിട്ട് എല്ലാവരും 10, 20, 30 വർഷം നാട്ടിൽ ഓണം ആഘോഷിച്ചവരാണ്. പക്ഷേ ശരിക്കും ഞാൻ പറയാലോ, ആ ഒരു നമ്മൾ നാട്ടിൽ പോലും ഇത്രയും പെർഫെക്ഷനിൽ ഒരു അത്തപ്പൂക്കളം ഇടുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അതിനുള്ള എഫർട്ട് എടുക്കുന്നില്ല. പക്ഷേ ശരിക്കും നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഓണത്തിനെ പറ്റി 2 വാക്ക്. ശരിക്കും ഞാനൊരു ബെഡ്ഫോർഡുകാരനാണ്. പക്ഷേ ഇവിടെ വന്നപ്പം നമ്മുടെ ഇന്ന് ഈ തിരുവോണത്തിന് പരിപാടി നടത്തുകയെന്ന് പറഞ്ഞത് ഒരു ഭയങ്കര സംഭവമാണ് UK. കാരണം പൊതുവെ എല്ലാവർക്കും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ബിസി ആയിരിക്കും. പക്ഷേ ഈ തിരുവോണ ദിവസം തന്നെ ഈ പരിപാടി ഇത്ര അറേഞ്ച് ചെയ്ത നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നിശ്ചയദാർഢ്യം, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം നല്ലതായി. ശരിക്കും നാട്ടിൽ നിന്ന് പോരുന്നൊരു ഫീലിംഗ് നമുക്കില്ല. ശരിക്കും നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി ഓക്കെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ലൊരു പരിപാടിയാണ്. ശരിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. എന്തൊക്കെയുണ്ട് കറികളും കാര്യങ്ങളൊക്കെ? എന്തൊക്കെയുണ്ട് കറി? എല്ലാ കറികളും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ ഇത്രയും കറി കൂട്ടി ഓണത്തിന് സദ്യ കഴിക്കില്ല. ശരിയല്ലേ? പച്ചടി, കിച്ചടി, അച്ചാറ്, പൈനാപ്പിൾ അച്ചാറ്, തോരൻ, ഇതെന്താണെന്ന് അറിയില്ല, പൈനാപ്പിളാന്ന് തോന്നുന്നു. ഇത് കൂട്ടുകറി, അവിയൽ, ഇതെന്തോ പൊട്ടറ്റോ വെച്ചുള്ള എന്തോ ഒരു കറിയാണ്. ഇത് പയർ വെച്ചിട്ടുള്ളൊരു കറി. പിന്നെ ഇത് പൈനാപ്പിൾ പച്ചടി, പപ്പടം, ശർക്കര വരട്ടി, ചിപ്സ്, പിന്നെ നമ്മുടെ കൊണ്ടാട്ടം, മുളക്, എല്ലാ സാധനമുണ്ട്. ശരിക്കും നാട്ടിൽ നമ്മൾ ഇത്രയും കൂടി ഒരു സദ്യ കഴിക്കൂല. ഞാനെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിച്ചോളാൻ. ഇല്ല, കൊള്ളാം, എല്ലാം കൊള്ളാം. സൂപ്പർ, താങ്ക് യു ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓണത്തിന് വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. കാരണം നമുക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ പുതിയ ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടു, നല്ലവരായ ഒത്തിരി പേരെ പരിചയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട് സർക്കിളായി. ഇപ്പോൾ എൻ്റെ വൈഫ് ജോലി ചെയ്യണോടത്തുള്ളവർക്കാണെങ്കിലും ഈ ഓണപരിപാടിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ളൊരു സ്നേഹത്തിൽ നല്ലത്. അപ്പം നമ്മളാണെങ്കിലും ഇതുപോലത്തെ നല്ല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെങ്കിലും നല്ലൊരു ഓണപ്പരിപാടിയായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു, നല്ല ഫുഡ്. പിന്നെ എനിക്കാണെങ്കിലും എൻജോയ് ചെയ്തു. നല്ല തമാശയ്ക്കും പറഞ്ഞ് വന്നവരെല്ലാവരും കെയർ ചെയ്യാനും പറ്റി. പിന്നെ കുറച്ച് ഫുഡൊക്കെ വിളമ്പി. നമ്മുടെ നാട്ടിലെ ആ ഒരു വൈബ് നമ്മൾ UK-ലാണെന്ന് ഈ ഒരു നിമിഷം നമുക്ക് തോന്നിയില്ല. നമുക്ക് നാട്ടിലാണെന്ന് തന്നെയാണ് തോന്നിയത്. അതുപോലെ നാട് നമ്മുടെ പേരൻസ് ഇല്ല എന്നുള്ളൊരു വിഷമം വെച്ച് ബാക്കി എല്ലാ കാര്യത്തിലും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ കസാരകളി, അങ്ങനെ ഒരേ ഗെയിംസും കാര്യങ്ങളുമായിട്ട് ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ
ചെയ്യാൻ പറ്റിയത് എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള മനസ്സാണ്. അത് ഇനിയുള്ള പ്രോഗ്രാമിൽ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് നിർത്തുകയാണ്. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസു ചാനൽ. ബൈ.